ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ ഫോർട്ട് കൊച്ചി വ്ളോഗാണ് കേട്ടോ. ഞാൻ 7 മണിക്കാണ് അവിടെ ഫോർട്ട് കൊച്ചി വെളിയിൽ ട്രീ ഇല്ലേ, വലിയ ട്രീയിൽ ലൈറ്റ് ഇടുന്നത്. അപ്പൊ കാണാത്ത ആൾക്കാരൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പൊ 6:40. സോ ഞാൻ എത്തോന്ന് അറിയില്ല. എത്തിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാൻ കാണിച്ചു തരാം. കാരണം കൊച്ചിയിലില്ലാത്ത ആളുകൾക്കൊക്കെ ആ ട്രീയിൽ ലൈറ്റ് ഇടുന്ന പരിപാടി നമുക്ക് വീഡിയോയിൽ കൂടി കാണിച്ചു തരാമെന്ന് ഓർത്തു. സോ ഇന്നത്തെ വീഡിയോ എന്തായാലും ഫോർട്ട് കൊച്ചി വ്ളോഗ്. ഓക്കെ, ബൈ. നല്ല രീതിയിൽ ലേറ്റ് ആയിട്ടുണ്ട്. 6:45 എനിക്ക് അറിയില്ല, ഞാൻ അവിടെ എത്തുമ്പോഴേക്കും ശോകമാകും. പൗഡറൊക്കെ ഇരിക്കണം, ശോകമാകുമെന്ന് തോന്നുന്നുണ്ട്. വാട്ട് എവർ, എത്തിയാലും എത്തിയില്ലെങ്കിലും ലേറ്റ് ആയാലും ഞാൻ എന്തായാലും എല്ലാം നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. സോ ലെറ്റ്സ് ഗോ. അവിടെ എത്തിയപ്പോഴേക്കും നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ട് കേട്ടോ. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അമ്മാതിരി ബ്ലോക്കായിരുന്നേ. സോ ഗൈസ്, ഞാൻ പറയുന്നത് ബ്ലൂ കളറാണ്, മിൽട്ടൺ പറയുന്നത് വൈറ്റ് ആണ്, ആൻഡ് ദേവ് പറയുന്നത് പച്ച. നീ കണ്ടിട്ടുണ്ടാവും. ദേവ് പറയുന്നത് റെഡ് ആണ്. സോ ലെറ്റ് സി ഏത് കളറായിരിക്കും ട്രീക്ക്. ഓണാക്കിയിട്ടില്ല. 7:20 ഓണാക്കിയിട്ടില്ല. അപ്പൊ നമ്മള് അങ്ങനെ ഫൈനലി തിക്കും തിരക്കിൻ്റെ ഇടയിൽ ഞാൻ ഒരു കണക്കിനാണ് ആ ട്രീയുടെ അകത്തോട്ട് കയറി. ലാസ്റ്റ് ഒരു ഗേറ്റ് ഒക്കെ അടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ലൊരു വൈബായിരുന്നു. ഞാൻ പറഞ്ഞ കളർ ബ്ലൂ ആണ്, ബ്ലൂ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ബ്ലൂ വരുമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞായിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് നേരം പാട്ടൊക്കെ ഇട്ട് ഡാൻസ് കളിച്ചു. പഴയ പോലെയല്ല, തള്ള വൈബായി. ഡാൻസ് ഒന്നും കളിക്കാൻ പറ്റില്ല. പണ്ടൊക്കെ ഈ പാട്ടൊക്കെ ഇട്ട് ഭയങ്കരമായിട്ട് തുള്ളുമായിരുന്നു കേട്ടോ. പിന്നെ നമ്മളൊരു ലോങ് വ്യൂ എടുക്കാൻ പുറത്ത് കുറച്ച് നീങ്ങി പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് എടുത്തപ്പോഴേക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഓൾസോ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. നിന്ന് തിരിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കുറേ വർഷമായിട്ട് നടന്നു പോകുന്നൊരു രീതിയാണ് ഫോർട്ട് കൊച്ചി വെളിയിൽ ഈ ഒരു ട്രീ കത്തിക്കൽ എന്നുള്ളത് കേട്ടോ. അവിടുത്തെ ആളുകൾ പണ്ട് ചെയ്തു തുടങ്ങിയ ചെറിയൊരു ഇതാണ് ഇപ്പം ഇത് വലിയ രീതിയിലായിട്ടുള്ളത്. കുറച്ചുകൂടി നാൾ കഴിഞ്ഞാൽ ആ മരം വെട്ടിക്കളയെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തെ ലൈറ്റ് ഇടൽ എന്താവോ എന്തോ ഒന്നും അറിയില്ല. എന്തായാലും ലൈറ്റ് വാസ് സൂപ്പറായിരുന്നു കേട്ടോ. അതിനുശേഷം ഒരു പുളിയുടെ ഐസ്ക്രീം ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുകയാണ്. നല്ല പുളിവെള്ള ഐസാക്കിയ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഇതാണ് എൻ്റെ കൂടെ വന്ന ആൾക്കാർ. ദേവു, സേ ഹായ്. ഹായ്, ലെറ്റ്സ് ഗോ ഫോർട്ട് കൊച്ചി. ഇവിടെ ഭയങ്കര ക്രൗഡാണ്, ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. സോ നമ്മൾ ഫോർട്ട് കൊച്ചിക്ക് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നിന്ന് തിരിയാൻ പറ്റില്ല, അത്രയും ക്രൗഡാണ്. നമ്മളപ്പോൾ ഫോർട്ട് കൊച്ചി ബീച്ചിലോട്ട് പോകാൻ പോവാണ്. ബൈക്കിന് ട്രിപ്പിൾ അടിച്ചിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ബൈക്കാണെങ്കിൽ കുറച്ച് നീങ്ങിയിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ബസ്സൊക്കെ പോകുന്നുണ്ട്, അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഈ ഒരു റോഡ് കഴിഞ്ഞ് കിട്ടിയ ആ തിരക്കൊക്കെ ഒന്ന് മാറും. അങ്ങനെ നേരെ ഫോർട്ട് കൊച്ചി ബീച്ചിലോട്ട് പോവാണ്. പോകുന്ന വഴിക്കുള്ള വ്യൂ അടിപൊളിയാണ്. ഇതുപോലെ ഡെക്കറേഷൻസും ലൈറ്റും ഡാൻസും പാട്ടും എല്ലാം സൂപ്പർബാണ്. കൊച്ചിക്കാരുടെ ഒരു വികാരം തന്നെയാണ് ഈ ഒരു ന്യൂ ഇയർ പരിപാടി, അല്ലെങ്കിൽ ഈ ഒരു ക്രിസ്മസ് ആ ഒരു വൈബ് എന്ന് പറയുന്നത്. ന്യൂ ഇയറിനൊക്കെ ഇവിടെ അനങ്ങാൻ പറ്റില്ല കേട്ടോ, അത്രയ്ക്ക് തിരക്കായിരിക്കുവേ. ഈ സാന്റാക്രൂസ് ബസിലേക്കൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് ലൈറ്റൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ബീച്ചിലോട്ട് പോകുന്ന വഴി എത്തിയപ്പോഴേക്കും ഈ ഒരു ഫോർട്ട് കൊച്ചിയിലുള്ള പാർക്ക് നല്ല സൂപ്പർബായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നല്ലൊരു എന്താ പറയുക, ഈ വീഡിയോനെക്കാട്ടും നേരിട്ട് കാണണം, നല്ല രസമാണ്. പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. പിന്നെ ബീച്ചിൻ്റെ അങ്ങോട്ട് കയറുന്ന വഴിക്ക് ഇതുപോലെ ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു. പിള്ളേരൊക്കെ തുള്ളുന്നുണ്ടായിരുന്നു. നല്ല അടിപൊളി നാടൻ പാട്ടൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അവിടെ കുറേ കുട്ടി പപ്പാനികളൊക്കെ കണ്ടു കേട്ടോ. ഇവർക്കൊക്കെ നല്ല കളക്ഷൻ കിട്ടിയിട്ടുണ്ടാവും, കാരണം ഫോർട്ട് കൊച്ചിയിൽ നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കരിക്ക് കുടിക്കാൻ പോവാണ്. അത്യാവശ്യം നല്ല വലിയ കരിക്കായതുകൊണ്ട് തന്നെ ഞാൻ ഷെയർ ഇട്ടാണ് കുടിച്ചത്. ഒരു കരിക്ക് ഫുള്ളും ഞാൻ കുടിക്കാറില്ല കേട്ടോ. ഈ ഒരു കരിക്കിന് അവർ വാങ്ങിച്ചത് 60 രൂപയാണ്. ശരിക്കും കരിക്കിന് എത്ര രൂപയാണ്? 40 രൂപയല്ലേ ഉള്ളൂ. അവരുടെ ബിസിനസ്. പിന്നെ അതിനുശേഷം നമ്മൾ ബീച്ചിൽ പോയിരിക്കുകയാണ്. ബീച്ചിൻ്റെ കോലം കണ്ടില്ലേ, നല്ല രീതിക്ക് ഇറങ്ങിട്ടോ. ബീച്ച് ഇറങ്ങിയതുകൊണ്ട് തന്നെ ആ മണ്ണിൽ കുറേ നേരം നിന്നിട്ടാണ് വീട്ടിലോട്ട് പോകാൻ പോയത്. പോകാൻ നേരത്ത് നമ്മൾ ഓർത്തു ഫോർട്ട് കൊച്ചി വെളിയിലും കൂടി ഒന്ന് കയറിയിട്ട് പോകാം. കാരണം ഇവിടെ വലിയ ക്രൗഡൊന്നുമില്ല, ഇവിടെ കുറേ ലൈറ്റ്സും കാര്യങ്ങളുണ്ട്. വെളിയിലാണ് കൂടുതലും ആളുകൾ ആ ലൈറ്റൊക്കെ ഉള്ളത് കേട്ടോ. പിന്നെ നമ്മളവിടെ കുറച്ച് വീഡിയോസൊക്കെ ഇട്ട് നേരെ പോകാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ പോണ വഴിക്ക് ഈ ഒരു കൂറ്റൻ സ്റ്റാർ കണ്ടു.
എനിക്ക് ഫോർട്ട് കൊച്ചിയിൽ വന്നതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു സ്റ്റാറാണ്. ട്രെൻഡ് കൊണ്ടുപോയത് ഈ ഒരു സ്റ്റാറാണ് കേട്ടോ. ഇത് കാണുന്ന പോലെയല്ല, നല്ല വലിയ സ്റ്റാറാണ്. നമ്മളവിടെ പോയി നിന്ന പകുതി ഉണ്ടാവുള്ളൂ കേട്ടോ, അത്രയും സൂപ്പർബായിട്ടുള്ള സ്റ്റാറാണ്. എനിക്ക് ഇതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഈ ഒരു സൈഡ് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിങ്ങനെ മൈൻഡ് ബ്ലോയിങ് ആയിട്ട് തോന്നും, വാവ് സൂപ്പർ എന്ന് തോന്നും. അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ സ്റ്റാർ കാണാൻ വേണ്ടി പോകുന്നത്, കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയതുകൊണ്ടാണ് ഞാൻ കാണാൻ വേണ്ടി പോയത്. നിങ്ങളും ന്യൂ ഇയറിനുള്ളിൽ ഫോർട്ട് കൊച്ചി വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു സ്റ്റാർ നിങ്ങൾ മിസ് ചെയ്യാൻ വേണ്ടി പാടില്ല കേട്ടോ. പിന്നെ അവിടെ തന്നെ കുറേ നടന്നു, അതൊരു ചേർച്ചാണ്, അതിൻ്റെ ഉള്ളിൽ കുറേ സ്പേസ് ഉണ്ട്. അവിടെ നമുക്ക് വീഡിയോസ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനും ഒരുപാട് ഡെക്കറേഷൻ ഐറ്റംസും ഉണ്ട്. പിന്നെ ഈ ഒരു പുൽക്കൂട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ കാണിച്ച സ്ഥലത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇതുമുള്ളത്. ഇതൊരു വെറൈറ്റി ആയിട്ടൊരു യുണീക്ക് ലുക്ക് ഉണ്ട്. സാധാരണ ഒരു പുൽക്കൂട് പോലെയല്ല, നല്ല റിയലിസ്റ്റിക് ആയിട്ട് എനിക്ക് തോന്നിയിട്ട്, അതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ അത് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ വീട്ടിൽ പോകാൻ ഓർത്തു. അപ്പോൾ ഞാൻ ഓർത്തു വെളിയിലൊന്ന് കയറിയിട്ട് പോവാം. ഫോർട്ട് കൊച്ചി വെളി ടു ഫോർട്ട് കൊച്ചി വരെ നല്ല ഡിഫറൻസ് ഉണ്ട്. ഫോർട്ട് കൊച്ചി വെളിയിൽ ഇതുപോലത്തെ ട്രീ ലൈറ്റ്, ബീച്ചിൽ ഒന്നുമില്ല കേട്ടോ. ബീച്ചിൻ്റെ സൈഡിലാണ് ന്യൂ ഇയറിനൊക്കെ പരിപാടി. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ പിന്നെയും കയറി കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. ഈ ഒരു ലൈറ്റൊക്കെ കുറച്ച് നേരം കഴിയുമ്പോൾ ഓഫ് ചെയ്യും കേട്ടോ. ബട്ട് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ്. ഈ പ്രാവശ്യം എനിക്ക് മിസ് ചെയ്തത് റൈഡാണ് കേട്ടോ, കാരണം കഴിഞ്ഞ കൊല്ലമൊക്കെ നല്ല റൈഡ് ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഇവിടെ ഇല്ല. ഐ തിങ്ക് മറൈൻ ഡ്രൈവിൻ്റെ സൈഡിലുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരുപാട് ലൈറ്റ്സ് എല്ലാം കണ്ടു. ഇതൊക്കെ ഭയങ്കര ഡിഫറൻസ് ആയിട്ട് എനിക്ക് ഇപ്രാവശ്യം തോന്നി, കാരണം ഒരുപാട് കൂടുതൽ ഡെക്കറേഷൻസ് അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ അടിപൊളിയായിരിക്കും. എന്തായാലും നിങ്ങൾ ഫോർട്ട് കൊച്ചി വിസിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വരുന്ന ദിവസങ്ങളിൽ വിസിറ്റ് ചെയ്യുക. ഇതൊന്നും മിസ് ഔട്ട് ചെയ്യാൻ പാടില്ല, അടിപൊളിയാണ്. ഇതാണ് ഫോർട്ട് കൊച്ചിയിലുള്ള നമ്മുടെ തീ പിടിച്ചു വെക്കുന്ന പപ്പാനി കേട്ടോ. കണ്ടില്ലേ, പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഐറ്റംസ് ഫോർട്ട് കൊച്ചി വെളിയിലും ഉണ്ട് കേട്ടോ. പിന്നെ ആദ്യമായിട്ടാണ് ബോബ ട്രൈ ചെയ്യാൻ പോകുന്നത്. 50 രൂപ കണ്ടപ്പോൾ അന്നാ കുടിക്കാലോ എന്ന് ഓർത്ത് വേഗം തന്നെ ബോബ വാങ്ങുകയാണ്. ഞാൻ ഇതുവരെ ഇത് കഴിച്ച് നോക്കിയിട്ടില്ല. ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ബോബയ്ക്കൊക്കെ നല്ല റേറ്റാണ്. ഇവിടെ 50 രൂപ കണ്ടുകൊണ്ട് ഞാനത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാമെന്ന് ഓർത്തു. പക്ഷെ ഞാൻ കുടിച്ചപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. സാധാരണ നമ്മൾ ഈ ചോക്ലേറ്റ് പൊടിയൊക്കെ വെറുതെ പച്ചപ്പാലിൽ കലക്കുന്ന പോലെ ആ ബോബയുടെ ജെല്ലാണെങ്കിലും എനിക്കൊന്നും മനസ്സിലായില്ല. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു ഐറ്റമായിട്ട് തോന്നി. സാധാരണ ഞാൻ കുറച്ചും കൂടി എക്സ്പെക്റ്റ് ചെയ്തു, പക്ഷെ എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഞാൻ ട്രെയിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് വീട്ടിൽ പോവാണ്. എല്ലാ ദിവസവും 7:30ക്കാണ് ഈ ഒരു ട്രീ ലൈറ്റ് ഇടുന്നത് കേട്ടോ. എല്ലാ ദിവസവും കൗണ്ട് ഓൺ ചെയ്തിട്ട് തന്നെയാണ് ലൈറ്റ് ഇടുന്നത്. നിങ്ങൾക്ക് ഫസ്റ്റ് ഡേ വരാൻ പറ്റിയില്ലെങ്കിൽ വേറെ ഏത് ദിവസം വേണമെങ്കിലും വരാം. അപ്പോൾ ഞാൻ വീട്ടിൽ പോവാണ്. ഇന്നത്തെ ക്രിസ്മസ് വ്ളോഗ് എന്തായാലും ഇത്രേ ഉള്ളൂ. ബൈ.